ദൂരെ ദിക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വന്നിട്ട് വഴി അറിയാണ്ട് വിഷമിക്കുക. ആ വിഷമം അങ്ങനെ തീർന്നോട്ടെ. എന്തേ മേലെടുത്തതും കൂടെ എഴുതായിരുന്നു നായരെ. ശരിയാ, പറ്റിപ്പോയി. താരല്ല, കൊല്ലം ഒന്നുകൂടെ കഴിഞ്ഞോട്ടെ. അവൻ സ്വന്തമായിട്ട് കേസെടുത്ത് തുടങ്ങും. അപ്പൊ എന്തായാലും വലിയൊരു ബോർഡ് വെക്കണല്ലോ, അതിലെഴുതാൻ മേലെടുത്തു. എന്തേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയായിട്ട് നിന്നാ മതി. മനുഷ്യന്മാരെ ജീവന്റെ കാര്യ. ബാക്കി ഒന്ന് തയ്ച്ചാ മതി, കൈത്തിൽ കൊലക്കരുതി. അത് ശരിയാ. എന്താ അത് ശരി? നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി? പേലിട്ടേക്കാ 5-8 മാസല്ലേ ആയുള്ളൂ. കോടതിയിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി മൂപ്പര ചില കാച്ച് കേൾക്കേണ്ടതാ. എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല. എന്നാൾ ഞാൻ കണ്ടുപിടിച്ചു. വലിയ ഏതോ കേസിന്റെ വാദം നടക്കുക. എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദയ്യര് കാട്ടൊക്കെ പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ. വിജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ വാക്കാ, ഐ ഒബ്ജക്ട് ഓണർന്ന്. ഗോവിന്ദയ്യര് പിന്നെ പെട്ടിട്ടില്ല. ഇല്ല. രാമൻകുട്ടി മേനെ സ്വന്തം മോനപ്പൊലിയാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ട് പോകും, ഊണ് കൊടുക്കും. പിന്നെ ചർച്ച തന്നെ ചർച്ച. അയാൾക്ക് വേറെ ഉണ്ടല്ലോ 5-6 ജൂനിയർമാര്. ഒരെണ്ണത്തിനെ വീട്ടിൽ വിളിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ അനിയനായോണ്ട് പറഞ്ഞല്ല, ആ കോട്ടും കൗണും ഒക്കെ ഇട്ട് നിന്നണ്ടല്ലോ. രാമൻകുട്ടി മേനെ കട്ടിയും കലയാ. അതിപ്പോ കാഴ്ചകൾ ഇങ്ങക്കും ഉണ്ടല്ലോ ഒരു കല. ഇപ്പൊ എന്ത് കലടോ? ഈ പാടത്തും വെലുതൊക്കെ നിന്നിട്ട് ഒക്കെ പോയില്ലേ. ഈ വിജയകുമാരനാരുടെ വീട്? ആ ഇതന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലണം, മേലടത്തേക്കാ. അഡ്വക്കേറ്റ് വിജയകുമാരനാരുടെ വീട്? അതന്നെ, മേലെടുത്ത വിജയകുമാരനാര് തന്നെ. ദാ ബോർഡ് വായിച്ചു നോക്ക്. നേരെ അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം, വഴി തെറ്റണ്ട. എന്നാ കൊടുക്കാനൊന്നും ഇല്ലേ? കാച്ചിൽ പുഴുങ്ങിയതോ? കൊടുക്കാൻ പറ്റിയ സാധനം. ഞാൻ പറയാറില്ലേ വല്ല കായവറുത്തോ മിക്സറോ വാങ്ങി വെക്കണമെന്ന്. മാന്യമാര് പറഞ്ഞ വീടാണേ. വാങ്ങിക്കൊണ്ടൂടെ? ഇതം കൊടുക്ക. അപ്പൊ ജില്ലാ കമ്മിറ്റിയില് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര്. അത് അംഗീകരിക്കുകയും ചെയ്തു. പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ബന്ധപ്പെട്ട മതിയല്ലോ. പാർട്ടിയുടെ വക്കീലാവെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഭാഗ്യ. പാർട്ടിയുടെ കേസുകള്, അനുഭാവികളുടെ കേസുകള്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം, സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം, പിന്നെ മിടുക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കണം, എനിക്ക് വയ്യ. വക്കീൽ സാറേ, കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ, അതറിയോ? അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? പറഞ്ഞല്ലോ, തീരെ താല്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത്. വാടോ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല. വിജയകുമാരൻ നായരെ, നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഓ നാളെ ദുഃഖിച്ചോളാം. ചെല്ല്. സാറന്മാരെ ഒന്നും വിചാരിക്കരുത്. എഞ്ചി കണ്ടിട്ട് ആരോഗ്യത്തുള്ളണേ. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഒന്നുമില്ല. എന്തിനാ അവര് വന്നത്? ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അവര് വലിയ നേതാക്കന്മാരാണ് അമ്മേ. അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട. ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് കേസ്? നക്കാപ്പിച്ച കേസ്. തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതെ, എനിക്കത് ചില്ലറ കാര്യമാണ്. പാർട്ടിക്കാരുടെ പെറ്റി കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാംകിട വക്കീലാവാനല്ല എനിക്കിഷ്ടം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ. കിട്ടും, ഏട്ടൻ കണ്ടോളൂ. കണ്ടോമേ, അവന്റെ വർത്തമാനത്തിന്റെയും മുഖഭാവത്തിന്റെയും ഒരു കല. ഞാനൊന്ന് ഇരുത്തി നോക്കിയ ആ ചൂളണ ചെക്കന. ഇപ്പൊ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം. ആയി എന്താ ഇത്? പറഞ്ഞ പോലെ സിഗരറ്റ് വലിയും തുടങ്ങിയോ? ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വരാ. ഒരു പൊതി ബീഡി വാങ്ങാൻ കാശ് തരണമെങ്കിലേ ഇറക്കണം. എന്നിട്ടല്ലേ സിഗരറ്റ്. ഇതാ ചെക്കൻ തന്നാടി. ഏത് ചെക്കൻ? ഇവിടെ കടമ്പാട്ടെ സരോജന മോഹൻലി മൂന്നൻ ആ വന്നിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും തരാൻ ഓരോരുത്തരുണ്ടാവൂലോ. ആ ചെക്കൻ കിഴക്കങ്ങാണ്ടൊരു നാട്ടിലല്ലേടാ ഇപ്പൊ? അതെ, ഗോവിന്ദപുരം പൊള്ളാച്ചിക്ക് അടുത്താ. അവന് തരക്കേടില്ലാത്തൊരു നിലയാ. 8-10 ഏക്കർ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ? ആലോചന നടക്കുന്നുണ്ട്.
ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം. എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട. നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം? അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഉപ്പും കഞ്ഞും കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ഓപ്പോളെ? തെറ്റൊന്നുമില്ല. രാഘവനോടൊന്ന് പറയുന്നേ. ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോൾ എന്നെ പറഞ്ഞാ പോരെ? നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ, ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ഞാനെന്തിനാ പേടിക്കണേന്ന്? ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയാണ് പൂച്ച. സർക്കിട്ടൊക്കെ കഴിഞ്ഞു ആവോ? ഓ ഓ, ഉം, അല്ല അല്ല, ഞാനേ ഉം. നമ്മുടെ മൂന്ന് വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്തുനിന്ന്. അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ. ഇന്ന് അവന്റെ സ്ഥലം കാണാൻ ഒരാള് വന്നിരുന്നു. ആ തിരക്കില് എന്നിട്ട് കച്ചവടായോ? ചിലപ്പോ മുറി. ഇതിനാ വിളിക്കണേ? എന്റെ അമ്മയുടെ ഓരോ വിഡ്ഢിത്തരങ്ങള്. ഉം. ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്നോട് ചോദിക്കാണോ അപ്പോളേ? ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുമെന്ന്. അതിന് എന്ത് ചോദിച്ചു പറയണേ? ഏയ് ഒന്നുമില്ല. നമ്മുടെ സുതയ്ക്ക് മുകുന്ദനെ ആലോചിച്ചാലോ ഒന്ന്. അല്ല, ഞാനല്ല, ഓപ്പോളെ ചോദിച്ചാൽ വിട്ടിത്തരം. അത് നമുക്കൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോചനയായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? അവൻ അസൽ ആൺകുട്ടിയല്ലേ, മണ്ണറിയണവനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. ഇത് എങ്ങനത്? അപ്പൊ ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യമായല്ലോ. ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിന് എന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അബദ്ധമായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല. അത് ഇല്ലാണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. അമ്മാമ സഹകരിക്കുമല്ലോ അല്ലേ? സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായേനെ. എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ. പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണ എങ്ങനെയാ? ഇക്കാര്യം അമ്മാമയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമയെ ഇങ്ങോട്ട് അയക്കാം. എല്ലാം അതിന്റെ ചിട്ടവളത്തിനായിക്കോട്ടെ. എന്നാ പോണേ? ഇന്ന് പോണം. നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഇന്ന് മുകുന്ദൻ വന്നിരുന്നു. അറിഞ്ഞു. അമ്മ പറഞ്ഞു. അടുത്ത ആഴ്ച അവന്റെ അമ്മാമയും കൂട്ടി വരാന്നാ പറഞ്ഞേ. അത് വൈകണ്ടങ്ങൾ നടത്താല്ലേ? അതെ. ഞാൻ ആലോചിക്കുക, എല്ലാം കൂടെ ഒന്നിച്ചായാലോ ഒന്ന്. ചെലവ് മാത്രല്ല, ബന്ധപ്പാടും കുറയും. മിഴിച്ചു നോക്കണേ എന്തിനാ? നിന്റെ കല്യാണത്തിന്റെ കാര്യമായി പറയണേ. ഉവ്വ്, മനസ്സിലായി. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ. ഇനിയിപ്പോ എന്താ അത്ര ചോദിക്കാൻ അല്ലേ? അമ്മ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ആ. രാമൻകുട്ടി മേനോൻ സാറ് ഏട്ടനോട് ഒന്നങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ. ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത്. ഞാൻ എന്റെ ഭാഗ്യാന്ന് എല്ലാരും പറയണേ. അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക്, അതും നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ
നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധ. നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട. നമുക്ക് ആ പണവും പ്രതാപവും ഒന്നും വേണ്ട മോനെ. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ എന്റെ ലൈഫിന്റെ പ്രശ്ന. ഏട്ടൻ അത് ആലോചിക്കണം. ലൈഫ്, ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെയും വസ്തു വിറ്റ പണമില്ലായിരുന്നെങ്കിൽ ഞാനും നീയൊന്നും ഈ സ്ഥാനത്തില്ല. എന്ത് കൊടുത്ത് വീട്ടുകൂടാ ആ കടം? ആ കടമയും കടപ്പാടും ഒന്നും മറക്കരുത്. അത് മറക്കൊന്നുമില്ല. എന്ന് വെച്ച് എന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? പണ്ട് ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ. വാക്കില്ല. എന്തിനാടാ വാക്ക്? എനിക്കും നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അവിടെ നിനക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന്. പിന്നെ അതിനിപ്പോ വാക്കുടമ്പടിയൊക്കെ വേണം. ശരിയായിരിക്കാം, ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ആകാന്ന് പറഞ്ഞ എനിക്ക് കിട്ടുന്ന നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാവോ? മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു തരാനുള്ളതാ. പണ്ടെന്നോ കുറച്ച് കാശ് തന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മാമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കുന്നുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫിന്റെ പ്രശ്നം. എനിക്ക് മേനോ സാറിന്റെ മോളുമായിട്ടുള്ള ബന്ധം ഇഷ്ടം. ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം. എന്റെ പട്ടി വരും. എടാ, മേലേടത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചിൽ പിടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല. ഓർത്തോ? ആ കേട്ടോ അമ്മേ? അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയായിരുന്നു രണ്ട് അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാന്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ? നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവാന്ന്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ, എന്റെ വിജയന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും. ഏടൻ എങ്ങടാ പോയേ? അറിയില്ല, അറിയില്ല എടുത്ത് എനിക്ക്. അതിന് നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്റെ തോളത്തിട്ട് വളർത്തിയതാ 3 അവനോട് വക്കീലിനെ പോലെ വാദിക്കണു. വിവരം കൂടിയിട്ടാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാ മരായ പറ്റൂല. കുഞ്ഞമ്മാമോട് ഞാൻ എന്താ പറയാ? സ്ഥലത്തേക്ക് പാവം നളിനി, അവളോട് ഞാൻ എന്താ പറയാ? ഇതിപ്പോ നിങ്ങള് വിചാരിക്കാണ്ടല്ലോ. നിങ്ങളുടെ മനസ്സോർക്കറിയാം. ഒക്കെ പഠിച്ചോ നേരെയാക്കും. അല്ലെങ്കിൽ എന്താ മൂപ്പര അവിടെ ഇരിക്കണത്? നിങ്ങൾ സമാധാനിക്ക്. എന്ത് പണിയാ രാഘവായി കാട്ടിയത്? ഒരു വെളിച്ചം കൂടെ ഇല്ലാതെ ഇരുട്ടത്ത് ഇറങ്ങി പോരാ. അവിടെ മാറിത് കരച്ചിലോട് കരച്ചില്. വാ പോവാ. കുഞ്ഞനായരെ, നിങ്ങളുടെ അനന്തരവൻ ആകെ ബേജാറായിട്ടിരിക്കുക. എന്നെ വിളിച്ചു. ഞാൻ ഈറ്റ് വന്നപ്പോ ഈ കടമ്പേരിരുന്ന് പൊട്ടി പൊട്ടി കരിയ. എന്തിന്? അത് പോട്ടടാ. എടാ, ഈ കുഞ്ഞുമാമ അങ്ങനെയൊന്നും വിഷമിക്കുന്ന ആളല്ല. തറവാട് വിറ്റ് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരെ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല. എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അച്ഛേട്ടന്റെ ഭാര്യയും മക്കളും പീഡിയത്തിന്റെ കിടക്കുന്നത് കാണാൻ വയ്യ, അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നാളെ എന്റെ മോളിൽ വിളിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങട്ടെ, അതുകൊണ്ടല്ല. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ കുഞ്ഞമ്മാമേ? അല്ല, ഞാൻ പറയാ. വാ പോ. ചെല്ല്, ഒക്കെ നേരാവുന്നേ. ചെന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങ്. ചെല്ല്. എങ്ങടാ പോയത്?
ഇനി ഇവിടെ എങ്ങനെ ഇരുന്ന് തണുപ്പുള്ളാതെ പോയി കിടക്ക്. കുഞ്ഞമ്മാമ പോയി കിടന്നോളൂ. നളിനി അവളെന്ത് പറഞ്ഞു? കൊറേ കരഞ്ഞു, അല്ലാണ്ട് എന്താ പറയാ. ഞാൻ വിചാരിച്ചൊക്കെ വെറുതെയാ. എന്റെ വാക്കിന് ഒരു വിലയിലുണ്ടായി. സാരല്ല, സമാധാനിക്ക്. ഏട്ടാ, എന്റെ കാര്യോർത്ത് ഏട്ടൻ വിഷമിക്കരുത്. എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു. ഒക്കെ അതിമോഹമായിരുന്നു. മോളെ, നീ ഒന്നും പറയണ്ട. ഒക്കെ ഏട്ടനറിയാം. ഇല്ല ഏട്ടാ, ഈ വീട്ടില് എന്നും സന്തോഷം ഉണ്ടാവണം. വാശി കാണിക്കേണ്ട കാര്യമല്ല ഇത്. വിജയേട്ടന്റെ ജീവിതത്തിന്റെ കാര്യ. ഏട്ടനത് ആലോചിച്ച് നടത്തി കൊടുക്കണം. വിജയേട്ടൻ വലിയ ആളായി കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ല ഏട്ടാ. വലിയ ആളാവട്ടെ, പദവിയും പ്രശസ്തി ഒക്കെ ഉണ്ടോട്ടെ. നമുക്കത് കണ്ട് സന്തോഷിക്കാം. എന്താ വേണ്ടേ? മേനോ സാറ് അച്ഛൻ ഓഫീസിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ. കക്ഷികൾ വീട്ടിൽ വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഞാൻ വിജയന്റെ ഏട്ടനാ, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ. ഓ സോറി, വരൂ, അകത്തേക്ക് വരൂ. അച്ഛൻ ഞാനാണ്. വേഗം ഇങ്ങോട്ട് വരണം. വേണം, വെരി അർജന്റ്. ഒരാള് വന്നിട്ടുണ്ട്. നോ, അതൊരു സർപ്രൈസ് ആവട്ടെ. വരൂ, അപ്പൊ കാണാം. വെരി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. അച്ഛൻ ഇപ്പൊ വരും. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വെള്ളം മതി. ഞാൻ ചായ എടുക്കാം. എന്താ കുട്ടിയുടെ പേര്? ശോഭ. അല്ല, ആരാത്? ഇരിക്കൂ ഇരിക്കൂ. ഫോൺ ചെയ്തപ്പോ ശോഭ പറഞ്ഞില്ല ആരാ ഗസ്റ്റ് എന്ന്. ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ. 2 മർഡർ കേസിന്റെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. സാറിന് തിരക്കില്ലാത്ത ദിവസം ഇല്ലല്ലോ. 25 വർഷമായി കോടതിയും കേസും. കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. കുട്ടികളാരും നമ്മുടെ ലൈന് വന്നില്ല. ഇവളാണെങ്കിൽ പഠിക്കാൻ മടിച്ചിയും. ഒരു കലക്കിന് MA പാസ്സാക്കി എടുത്തു. സാറിന് എത്ര മക്കളാ? 3, 2 പെണ്ണും ഒരാണും. മൂത്തവൾ വിവാഹം കഴിച്ച് ബോംബെ സെറ്റിലാ. മകൻ ഡോക്ടറാ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവന്റെ വൈഫ് ഡോക്ടറാ. അയാളാണ് എന്നോട് പറഞ്ഞത്, അച്ഛന്റെ ക്ലെവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവുമല്ലോ എന്ന്. എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ്. വെരി ഇന്റലിജന്റ് യങ് മാൻ. വളരെ പ്ലീസിംഗ് ആണ്, ഒബീഡിയന്റ് ആണ്. ശോഭയ്ക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു. ഒരു സെക്കൻഡ്. ആ പറയണം. ഇല്ല, ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. പിന്നെ ഏട്ടന് കുറച്ച് ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ പാടത്ത് പണി നടക്കുക. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ മതി സാർ? പോരാ, ഏട്ടൻ തന്നെ വരണം. നാളെ നകത്തേക്ക് വന്നേ, ഒരു കാര്യം പറയാം. ഈ ഏട്ടനാണോ പാടത്ത് പണി നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തത്? ഏട്ടാ, ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരുമല്ല, നീ തന്നെയാ. ആ, ഇനി താൻ ഓഫീസിലേക്ക് വെക്കൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. ഇങ്ങോട്ട് താവണ്ണേ, ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. കാണു മരുവളുടെ ഫോട്ടോ. നിനക്ക് ഇഷ്ടമായോടി? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നളിയത്തിന് ഐശ്വര്യം ഇല്ല കേട്ടോ. ഐശ്വര്യക്കേടൊന്നുമില്ല, നല്ല ഐശ്വര്യണ്ട്. പിന്നെ ആ മുടി ഇങ്ങനെ ഇട്ടേക്കണോണ്ടാ. നല്ല ഭംഗിയുണ്ടല്ലേ ചമ്മ?
ചെറിയ എനിക്കും ഇഷ്ടായി. ആഹാ മിടുക്കൻ. ആരാത്? ഒരു പെണ്ണ്. അല്ലടാ മോനെ, ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. ആരാണ്? ചെറിയമ്മ. അപ്പൊ നളിയമ്മായോ? ഒരു ദിവസം നളിയമ്മായി പറഞ്ഞല്ലോ ചെറിയച്ഛൻ നളിയമ്മായിയാ കല്യാണം കഴിക്കണേന്ന്. ഇനി മക്കള് പോയിരുന്ന് പഠിക്കേ ചെല്ലേ. നളിനിയുടെ കാര്യം നമുക്ക് ഉടനെ നടത്തണം. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഉടനെ നടത്തണം. എല്ലാം സാറിനോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു ഏട്ടൻ. കല്യാണം കഴിഞ്ഞ ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോൻ സാറിന്. അത് മാത്രം ഏട്ടൻ സമ്മതിച്ചില്ല. അത് പിന്നെ അവന് സഹിക്കൂടാ. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ, ദുഃഖിപ്പതിനില്ല അവകാശം. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ, ദുഃഖിപ്പതിനില്ല അവകാശം.